ബിഗ് ബോസ് ഭയങ്കര നല്ല പ്ലാറ്റ്ഫോമാണ്, വിചാരിക്കുന്ന പോലെയല്ല. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും തല്ലു പിടിക്കും, അതാണ് ഇത്, അതൊന്നുമല്ല. അതിന്റെ 24 മണിക്കൂർ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ് ആക്കൂല. ബിഗ് ബോസ് പോയി വന്ന് ഇറങ്ങിയ ഒരാളും ഫുഡ് വേസ്റ്റ് ആക്കൂല. കാരണം അത്രക്കും ഫുഡ് റേഷനാണ്. അപ്പൊ അത് നോക്കണം. പിന്നെ സ്ക്രിപ്റ്റഡ് ഒന്നല്ല അത്. ബിഗ് ബോസ് അവനാന്റെ തനി സ്വഭാവം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതെ. പിന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയാനുള്ളത് അവര് നമുക്ക് ടാസ്ക് തരും. അപ്പൊ ഇന്ന് ഓരോരുത്തർ ഇന്ന ക്യാരക്ടർ എന്ന് പറയും. 3 ദിവസം ഉണ്ടാവും ആ ടാസ്ക്. അതാണ് യഥാർത്ഥ സ്ക്രിപ്റ്റ്. അല്ലാതെ ഒരിക്കലും ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റേ അല്ല. ബിഗ് ബോസ് പച്ചയായ മനുഷ്യൻ, നമ്മുടെ നമ്മൾ എങ്ങനെയാണ് അതാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ വലിയ പരിക്കില്ലാണ്ട് രക്ഷപ്പെട്ടു. ഇപ്പത്തെ സീസൺ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3 എപ്പിസോഡ് ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇപ്പത്തെ സീസണിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പത്തെ സീസണിൽ പല കാറ്റഗറിയിൽ നിന്ന് എടുത്തിരിക്കണേ. അതാ വേണ്ടത്. ഞങ്ങളുടെ ബിഗ് ബോസിൽ പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരും, ഞാൻ കേറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ കോമഡി ഷോ നടക്കാൻ പോകണം. ഇങ്ങോട്ട് നോക്കിയപ്പോ പാഷാണം, ഇങ്ങോട്ട് നോക്കിയപ്പോ വീണ, ഇങ്ങോട്ട് നോക്കിയപ്പോ ആര്യ, മറിമായ മഞ്ജു. ഞാൻ പറഞ്ഞു ഇവിടെ എന്താ കോമഡി ഷോ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ലെവലായിട്ട് സൈക്കോളജി, ഡോക്ടേഴ്സ് അല്ലേ, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ എല്ലാവരും കൂടി വരുമ്പോഴാണ് ആ ഒരു എന്താ നമുക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാൻ പറ്റും. മറ്റെല്ലാവർക്കും എല്ലാവരും പരസ്പരം അറിയാലോ. ഒരു പുതിയ ഒരു ഗ്യാതറിംഗ് ആണ്, നമ്മൾ എല്ലാവരും അറിഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് വിജയിക്കാൻ സാധ്യത ഉണ്ടാവും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ചേച്ചി, ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഇപ്പൊ ചേച്ചി പറഞ്ഞു പല മൂവീസിലും ചെറിയ ചെറിയ റോൾസ് ആണെങ്കിലും ചേച്ചിനെ നോട്ടീസ് ചെയ്ത പല ക്യാരക്ടേഴ്സും ഉണ്ട്. ഇന്ന് ആ ഒരു എന്താ ടാഗ് ലൈനിലൂടെ അറിയപ്പെടുന്ന പല ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് ഒരു ഡ്രീം ക്യാരക്ടർ, എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ട് കാര്യമില്ല മോനെ, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ, കിട്ടുന്നത് ചെയ്യാ, ബെസ്റ്റ് ആക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു ഇപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. വളരെ വൈകിയ തുടങ്ങിയത്. ഇപ്പൊ 3 വീഡിയോ പോയിട്ടുള്ളൂ. ടെസ്റ്റ് ബീൻസ് എന്നാ പേര്. ടെസ്റ്റ് ബീൻസ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങാന്ന് ഇങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ബീന ആന്റണി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി യസ്നി ഞാനും കൂടി വരാം, നമ്മൾ രണ്ടുപേരും ആകുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാലോ. ശരി. വീഡിയോ ഒക്കെ എന്റെ ഒറ്റയ്ക്കുള്ള വീഡിയോ ഒക്കെ പെൻഡിങ് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുത്ത് അങ്ങനെ 3ാമത്തെ വീഡിയോ റിലീസാക്കി. കുഴപ്പമില്ല കേട്ടോ, ഇനി നമുക്ക് കുറെ കണ്ടന്റ് ഉണ്ട്, ഞങ്ങൾക്ക് കുറെ തമാശകൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അമളികള്, രസകരമായ അമളികൾ, ആരെയും നമ്മൾ വേദനിപ്പിക്കില്ല, അത് വേറെ കാര്യം. അപ്പൊ അതൊക്കെ നമ്മൾ പറയാമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പൊ തന്നെ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെസ്റ്റ് ബീൻസ്.